സലീം കുമാറിന് എറണാകുളത്ത് സ്മാരകം പണിയാനായിട്ട് 1 കോടി രൂപ കേരള ഗവൺമെൻറ് മാറ്റിവെച്ചിരിക്കുന്നു. നല്ല കാര്യം. അദ്ദേഹം അത് അർഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടിയതാണ്. അതുപോലെ തന്നെ നമ്മളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട നടനാണ്. പക്ഷേ ഖജനാവ് കാലിയായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇത്രയും തിരക്കൂട്ടി സ്മാരകം പണിയാനായിട്ട് 1 കോടി രൂപ മാറ്റിവെച്ചതിൻ്റെ മനോധർമ്മം നമ്മളൊന്ന് പരിശോധിക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സലീം കുമാർ കോൺഗ്രസ്സുകാരനാണ്. അതിലുപരി സതീശൻ സാറ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സാറിൻ്റെ നാട്ടുകാരനാണ്. അതിലുപരി കോൺഗ്രസ്സിൽ നിന്നുകൊണ്ട് മറ്റുള്ള രാഷ്ട്രീയക്കാരെ തെറി വിളിച്ച ആളാണ്. പിണറായി വിജയൻ സാറ് വരെ കോമഡി ആയിട്ടായാലും തെറി വിളിച്ചിട്ടുണ്ട്. തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അങ്ങനെ സരസമായുള്ള സംഭാഷണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് സ്മാരകം പണിയാനായിട്ട് നമ്മുടെ എല്ലാവരെയും ഖജനാവിലെ പൈസ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പൈസയാണ്. ജനങ്ങളുടെ പൈസ എടുത്തിട്ട് സ്മാരകം പണിയാനായിട്ട് തീരുമാനിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല കാര്യം നടക്കട്ടെ. പക്ഷേ ഒരു കാര്യം മറക്കരുത്, മന്ത്രിസഭ മറക്കരുത്. എന്താണ്? ഇതിനു മുമ്പ് പല കലാകാരന്മാരും മരിച്ചിട്ടുണ്ട്. ദേശീയ അവാർഡ് കിട്ടിയവർ മരിച്ചിട്ടുണ്ട്. അവർക്ക് ആർക്കും സ്മാരകം പണിതിട്ടില്ല. എണ്ണി പറയാനായിട്ട് സമയമില്ല. അതൊക്കെ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ അതൊക്കെ ഇരിക്കട്ടെ. അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ പോട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായ ശ്രീവിദ്യ മരിച്ചിട്ട് എത്ര കൊല്ലായി. ശ്രീവിദ്യ മരിക്കുമ്പോൾ ശ്രീവിദ്യയുടെ കോടാനുകോടി സ്വത്തുകൾ എഴുതി വെച്ചൊക്കെ ഗവൺമെൻറ്. ഇപ്പോൾ ഗണേശൻ സാറിൻ്റെ കയ്യിൽ കൊടുത്തത് ഗണേശൻ അത് ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചു. എത്രയും പെട്ടെന്ന് നമ്മുടെ ശ്രീവിദ്യയുടെ ആഗ്രഹപ്രകാരം തിരുവനന്തപുരത്ത് സാധു പെൺകുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഒരു നൃത്ത മണ്ഡപം, ഒരു മ്യൂസിയം, ഒരു അക്കാദമി എല്ലാം ചെയ്യാനായിട്ടുള്ള കാശ് അത് ഖജനാവിൽ നിന്ന് നമ്മുടെ പാവപ്പെട്ട നമ്മളെപ്പോലുള്ള ആൾക്കാരെ ടാക്സ് ഒന്നും എടുക്കണ്ട. അത് ശ്രീവിദ്യ തന്നെ അഭിനയിച്ചുണ്ടാക്കിയ കോടികളാണ്. അവിടെ വലിയൊരു വീടുമുണ്ട്. അതവിടെ കിടന്ന് നശിക്കുക. ഗവൺമെൻറ്റിൻ്റെ അധീനതയിലാണ് ഈ കാശും സമ്പത്തും എല്ലാം. അപ്പോൾ ശ്രീവിദ്യയുടെ പേരിൽ ഒരു സ്മാരകം പണിയാനും അവിടെ ഈ ശ്രീവിദ്യയുടെ ആഗ്രഹപ്രകാരം ശ്രീവിദ്യയുടെ കാശ് എടുത്തിട്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഇന്ന് വരെ 10 കൊല്ലം ഭരിച്ച പാർട്ടിക്ക് നടന്നില്ല. അതിന് മുമ്പ് ഭരിച്ച പാർട്ടിക്ക് നടന്നില്ല. ഇനി ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയെങ്കിലും ഇപ്പോൾ ഈ സ്മാരകം പണിയിനും നമ്മുടെ സലീം കുമാറിന് സ്മാരകം പണിയും എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ആഗ്രഹം, എനിക്കൊരു പ്രത്യാശ, സതീശൻ സാറ് അതും കൂടി ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് സതീശൻ സാർ മുഖ്യമന്ത്രി, ഞങ്ങളെല്ലാവരും മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ശ്രീവിദ്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. പാവപ്പെട്ട കുട്ടികൾക്ക് ഡാൻസ് പഠിക്കാനുള്ള ഒരു സ്കൂള്. അപ്പോൾ ആ കാശ് ഇങ്ങനെ ഗവൺമെൻറ്റിൽ ഇങ്ങനെ അട്ടിയിട്ട് കെടുക്കുക. ശ്രീവിദ്യ അധ്വാനിച്ച കാശാണ്, വേർപ്പ് ആക്കിയ കാശാണ്, ചികിത്സ പോലും ചെയ്യാണ്ടുണ്ടാക്കിയ പൈസയാണ്, രാവും പകലും ലൈറ്റിൻ്റെ മുമ്പിൽ നിന്ന് ഉണ്ടാക്കിയ പൈസയാണ്. അത് പാവപ്പെട്ട കുട്ടികൾക്ക് ഉപകാരപ്പെടാനായിട്ട് ആ കാശ് എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ശ്രീവിദ്യയ്ക്ക് ഒരു സ്മാരകം പണിയുക. അതേപോലെ തന്നെ ശ്രീവിദ്യയുടെ ആഗ്രഹപ്രകാരം എല്ലാം നടത്തും എന്ന് ഞാൻ വെറുതെ ആഗ്രഹിക്കുന്നുണ്ട്. ജനങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ശ്രീവിദ്യയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പോരാത്തതിന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സതീശൻ സാറ് ഈ കലയോട് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയാണ്. സിനിമാക്കാരും സിനിമാ നടന്മാരും ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി മരിക്കുന്ന എല്ലാവർക്കും ഇതുപോലെ സ്മാരകങ്ങൾ ഉണ്ടാവട്ടെ. മുമ്പ് മരിച്ച നമുക്ക് ഇഷ്ടപ്പെട്ട കലാകാരന്മാർക്ക് സ്മാരകങ്ങൾ പണിയിട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാരും ഓരോരുത്തരും മരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഓരോ സ്മാരകം പണിയിട്ട് അതിൽ ഞങ്ങളുടെ പൈസ എടുത്ത് അത് പണിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. അത് ജനങ്ങളുടെ പൈസ എടുത്തിട്ട് അവർക്കൊരു സ്മാരകം പണിയിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൂ. അങ്ങനെ ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം. ഇപ്പോൾ ഔദ്യോഗികമായി അല്ലെങ്കിലും രാത്രി 6 മണിക്കുള്ളിൽ 12 മണിക്കുള്ളിൽ അരമണിക്കൂർ കറണ്ട് കട്ടുണ്ട്. ഇത് പണ്ടാരെ പറഞ്ഞ പോലെ ഏതച്ഛൻ വന്നാലും അമ്മയ്ക്ക് തോരക്കേടാന്ന് പറഞ്ഞ പോലെ ആര് വന്നാലും ജനങ്ങളുടെ തലയിലേക്കാണ് ഇവർ കയറി ചവിട്ടുന്നത്. ഇപ്പോൾ ഇവരെന്നെ പറഞ്ഞു, ഇതിനു മുമ്പ് കറണ്ട് കെട്ടുണ്ടായപ്പോൾ പറഞ്ഞു, അയ്യോ ഇപ്പോൾ അവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, അതുണ്ട്, ഇവിടെ ലൈൻ ഇല്ലാത്ത കാരണം എന്നൊക്കെ പറഞ്ഞ് ഇവർ പറഞ്ഞ ആൾക്കാരാണ്. ഇവർ കയറി ഇത്രയും മഴയൊക്കെ പെയ്തു, ഡാമിൽ വെള്ളമൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാവരും ഫുട്ബോൾ കാണുകയെന്ന് പറയുന്നത്, ലോകകപ്പ് കാണുന്ന കാരണം കറണ്ട് ഇല്ല എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് മാനത്തേക്ക് നോക്കി നിന്നാൽ കറണ്ട് കിട്ടുമോ? ഒരു മഴേനെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു സംസ്ഥാനത്തിന് എങ്ങനെ ജീവിക്കാൻ പറ്റും? എങ്ങനെ ഇവിടെ പുരോഗതി ഉണ്ടാവും? എങ്ങനെ ഇവിടെ വ്യവസായങ്ങൾ വരും?
അതിന് മറ്റുള്ള സംസ്ഥാനങ്ങൾ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യണം. അല്ലാണ്ട് മഴ പെയ്തില്ലേ കറണ്ടില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ജനങ്ങളുടെ അടിപിടി ഉണ്ടാവണം, യുദ്ധം ഉണ്ടാവണം. എന്തിനാണെന്നറിയാം? വെള്ളത്തിന് വേണ്ടിയാണ്. ഇനി ഇവിടെ നിന്ന് മഴ വളരെ കുറവാണ്, മഴ ഉണ്ടാവില്ല. പിണറായി വിജയൻ സാറ് മുഖ്യമന്ത്രിയായി കയറിയ സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല. അന്ന് മേഘത്തിൻ്റെ ഉള്ളിലേക്ക് പ്ലെയിനിൽ പോയിട്ട് അവിടെ കൃത്രിമമായിട്ട് മഴ പെയ്ക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഴ പെയ്തത്. പിന്നെ അവിടെ നിന്ന് ഒരു 10 കൊല്ലമായിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മളങ്ങോട്ട് പോയി. ഇനി വർഷക്കാലത്താണ് ഇപ്പം മഴയില്ലാത്തത്. ഇനി ഇതുപോലെ വർഷക്കാലത്ത് മഴയില്ലാണ്ടാവും. 6 മാസം മഴ എന്നുള്ള 3 മാസമായി കുറയും. അപ്പോൾ എന്തുണ്ടാവും? ഇരുട്ടിലാവും കേരളം. നമ്മൾ പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വൈദ്യുതി ഉണ്ടാക്കാൻ എന്തെല്ലാം സ്ഥലങ്ങൾ വെറുതെ കിടക്കണം. എത്ര കോടി രൂപ ചെലവ് ചെയ്തിട്ട് കാറ്റാടി യന്ത്രങ്ങൾ എത്ര സ്ഥലത്ത് ഫിറ്റ് ചെയ്യാന്നറിയാം. എത്ര ഏക്കറ കണക്കിന് ലക്ഷക്കണക്കിന് ഏക്കറുകളാണ് ഇവിടെ വെറുതെ കിടക്കുന്നത്. അതൊക്കെ അവിടെയൊക്കെ പോയി കാറ്റാടി യന്ത്രങ്ങൾ നിർമ്മിക്കുക, അതുപോലെ പവർ സ്റ്റേഷനുകൾ നിർമ്മിക്കുക. എന്തെല്ലാം കാരണങ്ങളെ കൊണ്ട് നമുക്ക് കറണ്ട് ഉണ്ടാക്കാനായിട്ട് പ്രയത്നിക്കാം. അതൊന്നും ആരും ചെയ്യുന്നില്ല, ഒരു ഗവൺമെൻറ്റും ചെയ്യുന്നില്ല. കറണ്ട് കട്ടെന്ന് പറഞ്ഞാൽ അത് കറണ്ട് കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കട്ട് ചെയ്ത ആൾക്കാരെ ഇരുട്ടത്തി ഇരുത്തലാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഫാഷൻ. അത് ഇനിയിപ്പോൾ ഇടത് വന്നാലും കുഴപ്പമില്ല, വലത് വന്നാലും കുഴപ്പമില്ല. ഇത് തന്നെയ സ്ഥിതി. ഇനി BJP വന്നാൽ എന്താ നമുക്ക് അറിയില്ല. ഇനി അവരും കുറച്ച് നാൾ നമുക്ക് കയറ്റി നോക്കാം. ഇതിപ്പോൾ ഏത് വിരുന്നാർ വന്നാലും കോഴിക്ക് കെടുക്കപ്പുറത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് കളി. അപ്പോൾ അവരും കുറ്റം പറയണ്ട, ഇവരും കുറ്റം പറയണ്ട. അവരിറങ്ങി വന്നപ്പോൾ പറഞ്ഞു ഇവിടെ കംപ്ലീറ്റ് കടാണ്, ധവളപത്രമൊക്കെ ഇറക്കി ഖജനാവിൽ 5 പൈസ ഇല്ല എന്ന് പറഞ്ഞു. ശരിയായിരിക്കാം. കിൻഫീനൊക്കെ ആകെ ടാക്സും തേങ്ങയുമായൊക്കെ ചിലത് കിൻഫീലാണ്. കിൻഫിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടമാനം ബാധ്യതകളും കാര്യങ്ങളൊക്കെ അതൊക്കെ പരിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഒക്കെ നല്ല കാര്യങ്ങളാണ്, എല്ലാം നല്ല കാര്യങ്ങളാണ്. ഞങ്ങളെ ഇന്ന് മേടിക്കുന്ന ടാക്സ് നിങ്ങൾ വേണ്ട വിധം ഉപയോഗിക്കുക, ജനങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കുക. ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം ഇന്നത്തെ കാലത്ത് കറണ്ടാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ KCB നന്നാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ കറണ്ട് ഉണ്ടാക്കാനുള്ള ലൈനുകൾ വലിക്കുക. അതുപോലെ തന്നെ കറണ്ടുകൾ പുറത്തുനിന്ന് ഒരു എഗ്രിമെൻ്റൊക്കെ ഉണ്ടാക്കി പുറത്തുനിന്ന് കൊണ്ടുവരിക. അതുവരെ ഇവിടെ കംപ്ലീറ്റ് പവർ സ്റ്റേഷനുകളും കാറ്റാടി യന്ത്രങ്ങളും ഇട്ട് മറ്റുള്ള സംസ്ഥാനങ്ങൾ ചെയ്യുന്ന പോലെ കറണ്ട് ജനങ്ങൾക്ക് തരിക. അപ്പോൾ ഒരു സംസ്ഥാനത്തിന് ഉയർച്ച ഉണ്ടാവുള്ളൂ. ഇവിടേക്ക് വലിയ വലിയ വ്യവസായങ്ങൾ വരെ അങ്ങനെയുള്ളൂ. മഴ പെയ്തില്ല കറണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വ്യവസായമാണ് കോടികൾ ചെലവിൽ ഇവിടേക്ക് വരിക? ഇവിടെയുള്ള വ്യവസായങ്ങളൊക്കെ അന്യ ജില്ലകളിലേക്ക് അന്യ സംസ്ഥാനത്തിലേക്ക് പോകേണ്ട സ്ഥിതിയാണ് ഇവിടെ വരാൻ പോണത്. അപ്പോൾ ഇനിയെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം.